ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 400 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. സൂപ്പർ മാർക്കറ്റും മെഡിക്കൽ ഷോപ്പും അടക്കം വരുന്ന വലിയൊരു ജംഗ്ഷനിൽ നിന്ന് വെറും 600 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് ന്യൂവാൽസ് ലോ കോളേജിലേക്ക് വെറും 800 മീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററുമാണ് വരുന്നത്. 4 മീറ്ററോളം വീതിയിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വലിയ വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ഭംഗിയാക്കി തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചുറ്റുമതിലും നമുക്കിവിടെ കാണാം. നീളമേറിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു വലിയ കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ചാണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. 2-3 പേർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കാണാം. നല്ലൊരു കൊത്തുപണികളൊക്കെ കൊടുത്തുകൊണ്ടുള്ള 2 പാളികളായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റി വുഡിൽ തന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലാം. വളരെ വിശാലമായൊരു ലിവിംഗ് സ്പേസിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത്. വലിയൊരു കോർണർ സെറ്റി സുഖമായി ഇടാവുന്നത്ര വളരെ സ്പേഷ്യസ് ആയൊരു ലിവിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത അതിമനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു പാർട്ടീഷൻ വർക്കൊക്കെ കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെ നല്ലൊരു വാഷ് കൗണ്ടറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ഒക്കെ നൽകി മനോഹരമാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. തീർച്ചയായും ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി ചെറിയൊരു കൗണ്ടറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഒരു ചിമ്മിണിയൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാം. താഴെ മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടിൻ്റെ കിച്ചണിലായി ഒരു ഫാനും ബിൽഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടിൻ്റെ കിച്ചന് പുറമെയായി ഒരു വർക്ക് ഏരിയ കൂടി കൂട്ടി പണിതെടുക്കാനുള്ള സൗകര്യം ഇവിടെ ബിൽഡർ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെ പണിതിരിക്കുന്ന 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയയിൽ തിരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ ബെഡ്റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. 4 പാളികളിൽ തീർത്ത വലിയൊരു വാർഡ്രോബാണ് ഈ റൂമിൽ നമുക്ക് കാണാനാവുന്നത്. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനുകളും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അടുത്തതായി നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ കവറിംഗ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ ഈ ഭാഗത്തായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഭംഗിയാക്കി തന്നെ അപ്പർ ലിവിംഗ് ഏരിയയിൽ സീലിംഗ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേതുപോലെ തന്നെ ഒട്ടും ഭംഗി കുറക്കാതെ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇവിടെയും TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം.
ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ലൊരു വെന്റിലേഷനൊക്കെ നമുക്ക് ഈ റൂമിലും കാണാം. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിലും കൊടുത്തിരിക്കുന്നത്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ബെഡ്റൂമായ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 4 പാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തുകൊണ്ടാണ് എല്ലാ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ബിൽഡർ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് വളരെ സേഫ്റ്റി ആക്കി തന്നെയാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.